വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ 33/2016 കേരള PUCയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് 20/2/2016 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 4 ആണ്. ഓക്കെ, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഈ മൂന്നിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ നെറ്റ്വർക്ക് ഡിവൈസ് used to connect multiple computers in a network is switch, router, bridge, repeater. അപ്പോൾ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിന് ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഡിവൈസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി റൗട്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാ ഡിവൈസസും നമുക്കൊന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഇതൊക്കെ നെറ്റ്വർക്കിൽ കണക്റ്റിംഗ് ഡിവൈസസ് ആണ്, ഈ പറഞ്ഞ 4. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹബ്ബ് കൂടി നമുക്ക് പറയാനുണ്ട്. ഹബ്ബ്, ബ്രൗട്ടർ, അതും കൂടെ എക്സ്ട്രാ നമുക്ക് ഇതിൻ്റെ കൂടെ പറഞ്ഞു പോവാം. അപ്പം ഫസ്റ്റ് ഇത് നമ്മൾ പറയുന്നത് റിപ്പീറ്റർ തൊട്ട് തുടങ്ങാം. ഒരു ബേസിക് ആയിട്ട് പറയുമ്പോൾ റിപ്പീറ്റർ തൊട്ട് തുടങ്ങാം. അപ്പോൾ റിപ്പീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു OSI ലെയറിൽ 7 ലെയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ 7 ലെയേഴ്സിൽ ഏറ്റവും ബോട്ടം അല്ലെങ്കിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഫസ്റ്റ് ലെയറാണ് നമ്മുടെ ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ ലെയറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, റിപ്പീറ്റർ. അപ്പോൾ ഈ റിപ്പീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ റിപ്പീറ്ററാണ്. അതായത് നമുക്കിപ്പോൾ ആംപ്ലിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു സൗണ്ട് നമുക്ക് ആംപ്ലിഫൈ ചെയ്യാം. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന സിഗ്നലിനെ റീജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ആംപ്ലിഫൈ ചെയ്യല്ല, മറിച്ച് റീജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഏത് ഡാറ്റയാണോ സെൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഓരോ സിഗ്നലിനെ ബിറ്റ് ബൈ ബിറ്റായിട്ട് കോപ്പി ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ റീജനറേറ്റ് ചെയ്യുന്നു. അതാണ് റിപ്പീറ്ററിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും, ഒറിജിനൽ സ്ട്രെങ്ത്തിൻ്റെ അതുപോലെ തന്നെ നമുക്കതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എവിടെയാണോ നമ്മുടെ ഡാറ്റ എത്തേണ്ടത് അവിടെ വരെ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഒരു റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പോർട്ടാണ് ഉണ്ടാവുക, ഒന്ന് ഇൻപുട്ടും ഒന്ന് ഔട്ട്പുട്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു 2 പോർട്ട് ഡിവൈസാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ റിപ്പീറ്റർ പഠിക്കാം. നെക്സ്റ്റ് വൺ ഹബ്ബ് എന്ന് പറയുന്നത് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ. അതായത് ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എങ്കിൽ അതാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ടോപ്പോളജിയൊക്കെ പറയാനുണ്ട്. ടോപ്പോളജിയൊക്കെ പറയുമ്പോൾ സ്റ്റാർ ടോപ്പോളജി, ഹൈറാർക്കിക്കൽ ടോപ്പോളജിയൊക്കെ പറയാനുണ്ട്. അപ്പോൾ അത്തരം കേസസിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡിവൈസസിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതും ഒരു ഫിസിക്കൽ ലെയറിൽ തന്നെയുള്ള ഒരു ഡിവൈസാണ് ഹബ്ബ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഡാറ്റയെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഹബ്ബിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാക്കി എല്ലാ ഡിവൈസസിലേക്കും ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഡാറ്റ പാക്കറ്റ് ബാക്കി എല്ലാ ഡിവൈസസിലേക്കും ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ എന്താ, നമുക്ക് അവിടെ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എല്ലാ ഡിവൈസസിലേക്കും എന്തെത്തുന്നുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റ എത്തുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമുക്കൊരു ബെസ്റ്റ് പാത്തും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻ്റലിജൻറ്റും അല്ല എന്ന് പറയേണ്ടി വരും. ഇത് ഹാഫ് ഡ്യൂപ്ലെക്സ് ആണ്. അതായത് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അയച്ചിരിക്കുന്ന ഡാറ്റ, സെൻഡ് ചെയ്യേണ്ട ഡാറ്റ ഒരു സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് എത്തുമ്പോൾ അത് ഫുള്ളായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് തിരിച്ച് ഇങ്ങോട്ടുള്ള ഡാറ്റ സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹബ്ബ് എന്ന് പറയുന്നത് ഒരു ഹാഫ് ഡ്യൂപ്ലെക്സ് സോഫ്റ്റ്വെയർ ഡിവൈസാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഡാറ്റ ലിങ്ക് ലെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ലെയർ, അതായത് ഡാറ്റ ലിങ്ക് ലെയർ പോലെ ഫിസിക്കൽ ലെയറും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫിസിക്കൽ ലെയർ ആകുമ്പോൾ അത് ബിറ്റ് വൈസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അതുപോലെ നമുക്ക് ഡാറ്റ ലിങ്ക് ലെയറിലാകുമ്പോൾ എന്തായി, ഫ്രെയിംസ് ആയി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബ്രിഡ്ജ് എന്ന് പറയുന്നത് റിപ്പീറ്റർ പ്ലസ് ഒരു അഡീഷണൽ ഫങ്ഷനാലിറ്റി കൂടെ വരുന്നതാണ് ബ്രിഡ്ജ്. ഓക്കെ, അതായത് ഇതിന് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ടൻസിന് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി പറ്റും. ഫിൽട്ടർ ചെയ്തതിന് ശേഷം എവിടത്തേക്കാണോ നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവിടത്തേക്ക് മാത്രമായിട്ട് അതിൻ്റെ MAC അഡ്രസ്സ് ചെക്ക് ചെയ്തുകൊണ്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതും ഒരു 2 പോർട്ട് ഡിവൈസാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റിപ്പീറ്ററിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനായിട്ട് നമ്മൾ ബ്രിഡ്ജ് പറയുന്നത്. ഒരു ഇൻപുട്ട് സിഗ്നലിനും ഒരു ഔട്ട്പുട്ട് സിഗ്നലിനും ഓരോരോ പോർട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഇതും എന്തുതന്നെയാണ്, ഒരു 2 പോർട്ട് ഡിവൈസാണ്. ഈ ഡാറ്റ ലിങ്ക് ലെയറിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്.
ഇപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത് മൾട്ടി പോർട്ട് ബ്രിഡ്ജാണ് സ്വിച്ച്. അതായത് ഒന്നിൽ കൂടുതൽ ഡിവൈസസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എറർ ചെക്കിങ് നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഡാറ്റ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് എറർ ചെക്കിങ് നടക്കും. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ് സംഭവം. അതുപോലെ നമുക്ക് ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഏത് കറപ്റ്റഡ് ആയിട്ടുള്ളതൊന്നും ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഗുഡായിട്ടുള്ള ഡാറ്റ ഫ്രെയിംസ് മാത്രമേ അത് ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. അതാണ് സ്വിച്ചിൽ വരുന്നത്. അത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ, റൗട്ടർ എന്ന് പറയുന്ന ഒരു സ്വിച്ച് ലൈക്ക് ഡിവൈസ് ആണ്. അത് നമുക്ക് ഡാറ്റ പാക്കറ്റ്സിനെ നെറ്റ്വർക്ക് ലെയറിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് റൗട്ടർ യൂസ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ലെയർ, അതായത് നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്ക് ലെയറിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണത്. മീൻസ് ഈ ഒരു നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? IP അഡ്രസ്സ് ആയിരിക്കും അല്ലേ? IP അഡ്രസ്സിൽ യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നതാണ് ഇവിടെ റൗട്ടർ എന്ന് പറയുന്നത്. ഇത് ലാൻസിനെയും വാൻസിനെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് യൂസ് ചെയ്യാം? റൗട്ടർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഈ റൗട്ടറിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു റൗട്ടിംഗ് അൽഗോരിതം, അതുപോലെ റൗട്ടിംഗ് ടേബിൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു റൗട്ടിംഗ് ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യും. ഏത് യൂസ് ചെയ്തുകൊണ്ട്? ഒരു റൗട്ടിംഗ് ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ ഏത് റൂട്ടാണ് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവും. അതിനുശേഷം മാത്രമായിരിക്കും ഡാറ്റ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് റൗട്ടർ എന്ന് പറയുന്നത്. ഇനി ഗേറ്റ് വേ എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിനെ ടുഗദർ, അതായത് രണ്ട് ഡിഫറെൻറ്റ് മോഡൽസ്, ബാക്കിയെല്ലാം സെയിം പ്രോട്ടോക്കോൾസ് സെയിം ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിനെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഡിഫറെൻറ്റ് മോഡൽസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒരു ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഇവിടെ പ്രോട്ടോക്കോൾ കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമുക്ക് ഏത് ലെയറിൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇത് സ്വിച്ചിനേക്കാളും അതുപോലെ തന്നെ റൗട്ടറിനേക്കാളും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ഏത് ഗേറ്റ് വേ എന്ന് പറയുന്നത്. അടുത്തതാണ് ബ്രൗട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രിഡ്ജ് പ്ലസ് റൗട്ടറാണ് ബ്രൗട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും? ഒരു ബ്രിഡ്ജിൻ്റെ ഫീച്ചർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റൗട്ടറിൻ്റെ ഫീച്ചർ ഉണ്ടായിരിക്കും. അതായത് ഡാറ്റ ലിങ്ക് ലെയറിലും അതുപോലെ തന്നെ നെറ്റ്വർക്ക് ലെയറിലും ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്ത് ഒരു ബ്രൗട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ നമുക്കൊരു നെറ്റ്വർക്കിൽ ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡിവൈസസിനെ കണക്ട് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്വിച്ച് ആയിരിക്കും. കാരണം എന്താ? റൂട്ടർ എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിലാണ്. ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിൽ മൾട്ടിപ്പിൾ ഡിവൈസസ് അല്ല, മറിച്ച് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിലെ ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റൗട്ടർ യൂസ് ചെയ്യുന്നത്. ബ്രിഡ്ജ് എന്ന് പറയുമ്പോഴോ ബ്രിഡ്ജിന് 2 പോർട്ട് മാത്രമേ ഉള്ളൂ. ഒരു ഇൻപുട്ട് പോർട്ടും അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് പോർട്ടും മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. 2 പോർട്ട് ഡിവൈസാണ്, അതുകൊണ്ട് ബ്രിഡ്ജ് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ റിപ്പീറ്റർ എന്ന് പറയുമ്പോഴും അവിടെ നമുക്ക് 2 പോർട്ടാണ്, നമുക്ക് 2ൽ കൂടുതൽ ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സ്വിച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ്റർനെറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ LAN, MAN, WAN, ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയുമ്പോൾ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കണക്റ്റിംഗ് 2 or more devices or computer devices for communication or for transferring resources or sharing resources and files. അതാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് 2 അതിലധികമോ കമ്പ്യൂട്ടർ ഡിവൈസസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയോ അല്ലെങ്കിൽ റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടിയോ ഫയൽ ഷെയർ ചെയ്യാൻ വേണ്ടിയോ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെയാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് ഉണ്ട്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്, ദെൻ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ദെൻ ഹോം നെറ്റ്വർക്ക്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരുപാട് എൻ്റർപ്രൈസ് പ്രൈവറ്റ് നെറ്റ്വർക്ക്സ്, VPN, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഡിഫറെൻറ്റ് ഏരിയാസായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. അപ്പോൾ ഇതിൽ LAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോളേജ് ക്യാമ്പസിൽ ഉള്ള ഡിവൈസസിനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേബിൾ
നെറ്റ്വർക്കൊക്കെ പറയാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അത് ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. ദെൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാർജർ ദാൻ ലാൻഡ് ആൻഡ് മാൻ, അതായത് ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ ഒരു കൺട്രിയിലുള്ള ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ്, ഇപ്പോൾ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കൊക്കെ പറയുകയാണെങ്കിൽ അത് വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ ഒരു എക്സാമ്പിളാണ്. ദെൻ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ സ്റ്റോറേജിന് വേണ്ടി ബ്ലോക്ക് ലെവൽസിൽ നമുക്ക് ഡാറ്റ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. ഇനി ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ലാനിൽ തന്നെ ഒരു വേരിയേഷനായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നതാണ് ഒരു ക്യാമ്പസിലെ നെറ്റ്വർക്ക്. ഓക്കെ, ആ ഒരു രീതിയിൽ പറയാം. അതുപോലെ ഹോം നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഹോമിൽ ഡിഫറെൻറ്റ് ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു ഹോം നെറ്റ്വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പല അഡ്വർടൈസ്മെൻറ്റിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഡിഫറെൻറ്റ് ഡിവൈസസ് ഒക്കെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം AC, ഫ്രിഡ്ജ്, അതുപോലെ ഫാൻ, ഇത്തരം ഒരു ഹോമിലെ ഡിഫറെൻറ്റ് അപ്ലയൻസസ് അത് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അപ്പോൾ അതാണ് എന്ത് ഹോം നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ലിമിറ്റഡ് ആയിട്ട് വന്നു. അതായത് നമ്മളൊരു പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡിവൈസസ് തമ്മിലുള്ള കണക്ഷൻ, അതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരാളുടെ ഫോൺ, ബ്ലൂടൂത്ത് ഡിവൈസസ്, അതുപോലെ തന്നെ അവരുടെ സ്പീക്കറുമായിട്ട് കണക്ഷൻ ഉള്ളത്, അതുപോലെ അവരുടെ സിസ്റ്റമായിട്ടുള്ള കണക്ഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കണക്ഷനാണ് ഒരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയാനുള്ളത് നമുക്ക് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പറയാൻ WLAN. അപ്പോൾ ഇതും ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് തന്നെയാണ്. അതിൽ വരുന്ന 802.11 802.11 ആണ്. IEEE 802.11 ആണ് വയർലെസ് ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും അതിൻ്റെ കൂടെ ഒന്ന് ഓർത്തു വെക്കുക, വയർലെസ് ലാൻ 802.11. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇൻ്റർനെറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻ്റർനെറ്റ് എന്ന വേൾഡ് വൈഡ് ആ ഒരു രീതിയിൽ യൂസ് ചെയ്യുന്നത് ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു വേൾഡ് വൈഡ് നമുക്ക് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതെന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ? ഗൂഗിൾ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഗൂഗിൾ ക്രോം, മോസില്ല, ഫയർഫോക്സ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്നത് എന്താണ്? അതൊരു സെർച്ച് എൻജിനാണ്. ബാക്കിയെല്ലാം എന്താണ്? വെബ് ബ്രൗസേഴ്സാണ്. ഓക്കെ, അതായത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഗൂഗിൾ ക്രോം, മോസില്ല, ഫയർഫോക്സ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? വെബ് ബ്രൗസറാണ്. വെബ് ബ്രൗസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് വേൾഡ് വൈഡ് വെബുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇതെല്ലാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An IP has 16 bits, 24 bits, 48 bits, 32 bits. ഇപ്പോൾ നമ്മൾ IP അഡ്രസ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ 2 വേർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. IP അഡ്രസ്സ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്യുന്നതാണ്. അതിൽ അതായത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പ്യൂട്ടർ ആ ഒരു നെറ്റ്വർക്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യുണീക്ക് നമ്പറാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ IP അഡ്രസ്സ് എന്ന് പറയുന്നത് 32 ബിറ്റ് IP അഡ്രസ്സ് ഉണ്ട്, 32 ബിറ്റ് IP അഡ്രസ്സ് ഉണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് 128 ബിറ്റ് IP അഡ്രസ്സ്. നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ പറയുന്ന 32 ബിറ്റ് IP അഡ്രസ്സാണ്. അതായത് ഡോട്ടഡ് ഡെസിമൽ നമ്പേഴ്സാണ്. ഇപ്പം 196.10.256. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുന്നതാണ് എന്ത്? ഒരു IP അഡ്രസ്സ് എന്ന് പറയുന്നത് അല്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? 32 ബിറ്റ്സ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ HTML ക്ലോസിംഗ് ടാഗ്സ് ആർ പ്രൊസീഡഡ് ബൈ സെമികോളൻ, ഹാഷ്, ആംഗിൾ ബ്രാക്കറ്റ്സ്, ഫോർവേഡ് സ്ലാഷ്. അപ്പോൾ ഒരു HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? HTML ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹൈപ്പർടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റിൽ നിന്ന് വേറൊരു ടെക്സ്റ്റിലേക്ക് നമുക്ക് ലിങ്ക് ത്രൂ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഡിഫറെൻറ്റ് വെബ് പേജസ് നമ്മൾ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹൈപ്പർടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് ഫോർ ഡോക്യുമെൻറ്റ്സ്. ഒരു വെബ് ബ്രൗസറിൽ ഓരോ ഡോക്യുമെൻറ്റും ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മാർക്കപ്പ് ലാംഗ്വേജ്, സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് ഇത് HTML എന്ന് പറയുന്നത്. കാരണം ഈ ഒരു HTML മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് ഏതൊരു ഡോക്യുമെൻറ്റിനെയും നമുക്കൊരു വെബ് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാദ്യം ക്രിയേറ്റ് ചെയ്തത് ടിം ബെർണേഴ്സ്ലി ആണ്. ദെൻ ഹൈപ്പർടെക്സ്റ്റ് നമ്മൾ പറഞ്ഞു.
നമുക്ക് ഒരു ലിങ്കിൽ നിന്ന് വേറൊരു ലിങ്കിലേക്ക് ജമ്പ് ചെയ്ത് നമുക്ക് ആ ഒരു രീതിയിൽ പേജസ് പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്നതാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ഏതാണ്? HTMLൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് HTML5 ആണ്. HTML5 ആണ് ലേറ്റസ്റ്റ് വേർഷൻ. ഇനി മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് ഒരു കമ്പ്യൂട്ടറിനെ എങ്ങനെ ആ ഒരു ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നു എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൺട്രോളും കാര്യങ്ങളുമാണ് ഒരു മാർക്കപ്പ് ലാംഗ്വേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് രണ്ടെണ്ണമാണുള്ളത്. HTMLൻ്റെ ബേസിക്സ് എന്ന് പറയുമ്പോൾ അതിൽ ടാഗ്സും ആട്രിബ്യൂട്ട്സും ആണ്. ടാഗ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. ഒരു ടാഗ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് അത് മാർക്കപ്പ് ലാംഗ്വേജ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്ന ടാഗാണ് ഏത്? ഇപ്പോൾ HTML അല്ലേ, HTML ടാഗ്. അപ്പോൾ ഇത് നമുക്ക് ഡിഫറെൻറ്റ് ടാഗ്സ് ഉണ്ട്. ഇപ്പോൾ ഓരോ ടാഗ്, ഇപ്പം നമ്മളെ ഡോക് ടൈപ്പ് എന്താ? ഡോക് ടൈപ്പ് HTML ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഡോക് ടൈപ്പ്. അതുപോലെ HTML എന്ന് പറയുന്നത് HTML ആ ഒരു ലാംഗ്വേജ് റൈറ്റ് ചെയ്ത് തുടങ്ങുന്നത് ഈ HTML ആണ്. ദെൻ അതിൽ എന്തൊക്കെയുണ്ട്? ഹെഡ് ഉണ്ട്, ബോഡി ഉണ്ട് അല്ലേ. ഹെഡ് ഉണ്ട്, അതുപോലെ ബോഡി ഉണ്ട്. ഹെഡിൽ നമ്മൾ എന്തൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും? ആ പേജിൻ്റെ മെറ്റാ ഡാറ്റയും കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് ഹെഡിലാണ്. അതുപോലെ അതിൻ്റെ മെയിൻ കണ്ടൻറ്റ്, പേജിൻ്റെ മെയിൻ കണ്ടൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ബോഡിയിലാണ്. ആ ഒരു പേജ് നെയിം ഇൻസേർട്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഒരു നമ്മുടെ HTML വെബ് പേജസിൻ്റെ പേജ് നെയിം കൊടുത്തിരിക്കുന്നത് ടൈറ്റിലായിരിക്കും, ടൈറ്റിൽ. ദെൻ മെറ്റാ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെറ്റ അതായത് ഡാറ്റ എബൌട്ട് ഡാറ്റ, അതാണ് മെറ്റാ ഡാറ്റ. അപ്പോൾ ഒരു മെറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മെറ്റ അതായത് ഇൻഫോർമേഷൻ എബൌട്ട് ദ ഡോക്യുമെൻറ്റ്. ആ ഏത് ഡാറ്റയാണോ ഉള്ളത് അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ മെറ്റയിൽ കൊടുക്കുന്നത്. ദെൻ നമുക്ക് ഹെഡിങ് വരുന്നുണ്ട് H1 to H6. H1 to H6 ആണ് ഏറ്റവും ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. ലാർജസ്റ്റ് ഫോണ്ട് എന്ന് പറയുന്നത് H1 ആണ്. ദെൻ നമുക്ക് ലിങ്കിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആങ്കർ ടാബ്. അത് A ആണ് ആങ്കർ ടാബ്. അപ്പോൾ ആങ്കർ ടാബിൽ നമുക്കതിന് റെഫറൻസ് ഉണ്ട്, HREF. അതിലാണ് നമ്മൾ ഫോൾഡർ എവിടെയാണ് കിടക്കുന്നതെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് HREFിലായിരിക്കും. അതുപോലെ ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് യൂസ് ചെയ്യാം? IMG യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നമുക്കറിയാം ലിസ്റ്റഡ് ഉണ്ട്, അതുപോലെ ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്. ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഈ ഒരു കാര്യങ്ങളോടൊക്കെ ലിസ്റ്റിൽ ആ ഓർഡർ ലിസ്റ്റിനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ LI യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ബാക്കി ബേസിക് ആയിട്ടുള്ള ചില ടാഗ്സ് ആണ് B, അതുപോലെ തന്നെ I, ഇറ്റാലിക്കിന് വേണ്ടി I യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അണ്ടർലൈനിന് വേണ്ടി U യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ സബ്സ്ക്രിപ്റ്റ്, ദെൻ സൂപ്പർസ്ക്രിപ്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ടാഗ്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഓരോന്ന് നമുക്ക് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് സ്ലാഷ് യൂസ് ചെയ്തുകൊണ്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്യും? ഒരു ഫോർവേഡ് സ്ലാഷ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ HTML ക്ലോസിംഗ് ടാഗ്സ് ആർ പ്രൊസീഡഡ് ബൈ ഫോർവേഡ് സ്ലാഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 24x CD-ROM has a transfer rate of 2400 kilobyte per second, 1800 kilobyte per second, 3600 kilobyte per second and 4800 kilobyte per second. ഇപ്പോൾ ഇവിടെ നമുക്കൊന്നിൻ്റെയും ട്രാൻസ്ഫർ റേറ്റ് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള സ്പീഡ് എന്താണെന്നുള്ളതാണ്. അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും ഇവിടെ പറയുന്നത്. അതായത് 24 CD-ROMൻ്റെ ഒറിജിനൽ സ്പീഡ് എന്താണ്, നോർമൽ സ്പീഡ് എന്താണ് എന്നുള്ളതിന് ബേസ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഇതിൻ്റെ ബേസിക്കായിട്ട് CD-ROMൻ്റെ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് ഒറിജിനലി 150 കിലോബൈറ്റ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, 150 കിലോബൈറ്റ് പെർ സെക്കൻഡ് ആണ് CD-ROMൻ്റെ ട്രാൻസ്ഫർ റേറ്റ്. ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന 2x ആണ് എങ്കിൽ ഇതിൻ്റെ ആൻസർ വരിക 2 × 150
kB/s ആയിരിക്കും, അതായത് 300 kB/s. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 24x CD-ROM ആണ്. അപ്പോൾ 24x CD-ROM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 24 ഇൻറ്റു CD-ROMൻ്റെ ഒറിജിനൽ സ്പീഡ്, അതായത് 1150. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? 3600 kB/s ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫാസ്റ്റസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആംഗുലാർ വെലോസിറ്റിയും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ ആൻസർ നമുക്ക് പറയാം 3600 kB/s. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈസ് ഓഫ് എ മോണിറ്റർ ഈസ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ ലെങ്ത്, വെർട്ടിക്കൽ ലെങ്ത്, ഡയഗണൽ ലെങ്ത് ആൻഡ് ഹൊറിസോണ്ടൽ ലെങ്ത് ഇൻറ്റു വെർട്ടിക്കൽ ലെങ്ത്. ഇപ്പോൾ ഇവിടെ നമ്മൾ സൈസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളത് എടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ്, അതായത് ഡയഗണൽ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ ലെങ്ത്താണ് ആക്ച്വലി സൈസ് ഓഫ് എ മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഡയഗണൽ ലെങ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിക്കേർഷൻ മീൻസ് calling a function several times, calling a function by itself, calling a function within a loop, calling a function indefinitely. ഇപ്പോൾ റിക്കേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ് സെൽഫ് ആണ് റിക്കേർഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കോളിംഗ് എ ഫംഗ്ഷൻ ബൈ ഇറ്റ് സെൽഫ്, അതായത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ റിക്കേർഷൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫാക്ടോറിയൽ, അതുപോലെ തന്നെ നമുക്ക് ടവർ ഓഫ് ഹനോയ്, ഇതൊക്കെ നമുക്ക് റിക്കേർഷൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് പറയാൻ വേണ്ടി പറ്റും. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആ സെയിം ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിക്കേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കോളിംഗ് എ ഫംഗ്ഷൻ ബൈ ഇറ്റ് സെൽഫ്. Next question, in communication, duplex means data transmitted in one direction only, in both direction but one direction at a time, in both directions simultaneously, in one direction only by removing duplicate frames. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഹബിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഹാഫ് ഡ്യൂപ്ലെക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എന്താണ് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ്റെ 3 ടൈപ്പാണുള്ളത്. ഒന്ന് സിംപ്ലെക്സ്, മറ്റൊന്ന് ഹാഫ് ഡ്യൂപ്ലെക്സ്, മറ്റൊന്ന് ഡ്യൂപ്ലെക്സ്, അല്ലെങ്കിൽ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സിംപ്ലി ഡ്യൂപ്ലെക്സ് എന്ന് പറയാം. രണ്ടും സെയിം തന്നെയാണ്. ഇപ്പോൾ സിംപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം. നേരെ മറിച്ച് ഒരു സെൻറ്ററിന് തിരിച്ചെന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് എ ഡാറ്റ ക്യാൻ ട്രാൻസ്മിറ്റ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. അതാണ് സിംപ്ലെക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കീബോർഡ്, മൗസ്, ഇതിൽ നിന്നുള്ള ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീബോർഡിൽ നിന്നും സിസ്റ്റത്തിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ മൗസിൽ നിന്നും അങ്ങോട്ട് മാത്രമേ നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. തിരിച്ച് എന്തില്ല? ഡാറ്റ റിസീവ് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ഒരു സിംപ്ലെക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ അറ്റ് എ ടൈം in both direction we can transmit data but one direction at a time. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വോക്കി ടോക്കി ഒക്കെ ആണെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മാത്രമേ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ തിരിച്ച് ഇങ്ങോട്ടൊരു ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതായത് അറ്റ് എ ടൈം ഒരു സൈഡിലേക്ക് മാത്രമായിരിക്കും നമ്മൾ ആ ഒരു ലൈൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ഇനി ഫുൾ ഡ്യൂപ്ലെക്സ് അല്ലെങ്കിൽ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഡയറക്ഷനിലേക്കും സൈമൾട്ടേനിയസ് ആയിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ ബോത്ത് ഡയറക്ഷൻ സൈമൾട്ടേനിയസ്ലി. അതായത് നമുക്കിപ്പോൾ ടെലിഫോണിലൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടാൾക്കാർക്ക് ഒരുമിച്ചും സംസാരിക്കാൻ വേണ്ടി പറ്റും. അത് പോസിബിളാണ് അല്ലേ? അപ്പോൾ അതെന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ ഫുൾ ഡ്യൂപ്ലെക്സിന് അല്ലെങ്കിൽ ഡ്യൂപ്ലെക്സിന് എക്സാമ്പിളാണ്. Next question, the capacity of main memory which can be accessed by CPU is determined by data lines, address lines, control lines, both A and B. ഇപ്പോൾ ഇവിടെ 3 കാര്യങ്ങളുണ്ട്. ഡാറ്റ ലൈൻ, അഡ്രസ് ലൈൻ, കൺട്രോൾ ലൈൻ. ഡാറ്റ ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ക്യാരി ദ ബൈനറി സീക്വൻസ് ഓഫ് ഡാറ്റ, CPU, മെമ്മറി എക്സെട്ര.
രണ്ട് ഡയറക്ഷനിലേക്ക് നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് എന്ത് ഡാറ്റ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ബൈ ഡയറക്ഷനിലാണ്. ഇത് ബേസ് ചെയ്യുന്നത് ഈ ഒരു ഡാറ്റ ലൈൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വേർഡ് ലെങ്ത്ത്, പ്രോസസ്സറിൻ്റെ വേർഡ് ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ വേർഡ് ലെങ്ത്തിലൂടെ അതിൻ്റെ പെർഫോമൻസ്, ഒരു പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം എത്ര വേർഡ് ലെങ്ത് ഉണ്ട്, അപ്പോൾ ആ വേർഡ് ലെങ്ത്തിനനുസരിച്ച് ഓക്കെ 8 ബിറ്റ് ആണെങ്കിൽ 8 ബിറ്റ് ഡാറ്റ ഓപ്പറേഷൻ വി ക്യാൻ പെർഫോം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതാണ് ഡാറ്റ ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എത്ര ഡാറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. ഓക്കെ, ആ വേർഡ് ലെങ്ത്ത് വെച്ച് നമുക്കൊരു പ്രോസസ്സറിൻ്റെ ഡാറ്റ ലൈൻ യൂസ് ചെയ്തുകൊണ്ട് വേർഡ് ലെങ്ത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. വേർഡ് ലെങ്ത്ത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ആ പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വണ്ണാണ് അഡ്രസ് ലൈൻ. അഡ്രസ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് അഡ്രസ്സ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അഡ്രസ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇത് യൂണി ഡയറക്ഷനിലാണ്. ഇതിൽ നമുക്ക് അഡ്രസ് ലൈൻ വെച്ചിട്ട് നമുക്ക് കപ്പാസിറ്റി, ഒരു സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് അഡ്രസ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 8085ൻ്റെ കേസിൽ 8085 ആണെങ്കിൽ അവിടെ നമുക്ക് അഡ്രസ് ലൈൻ AD0 to AD7, ദെൻ A8 to A15, ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. കാരണം A0 to A15 വരെ, അതായത് 16 അഡ്രസ് ലൈൻസ് ആണ് 8085 ഓക്കെ, ഈ 16 ബിറ്റ് അഡ്രസ്സിൽ നമുക്ക് 216 സെൽസ് ഉണ്ടായിരിക്കും. 16 അഡ്രസ് ലൈൻസ്, ആ 16 അഡ്രസ് ലൈൻസ് 216 സെൽസ് ഉണ്ടായിരിക്കും. അതായത് ഈ 216 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് 64 കിലോബൈറ്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അതിന് എത്ര മെമ്മറി കപ്പാസിറ്റി ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അഡ്രസ് ലൈൻ യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് കൺട്രോൾ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ സിഗ്നൽസ് അതുപോലെ തന്നെ ടൈമിംഗ് സിഗ്നൽസ് ക്യാരി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ ലൈൻ. ഡാറ്റ ലൈൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ ക്യാരി ചെയ്യാൻ, അഡ്രസ് ലൈൻ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് ക്യാരി ചെയ്യാൻ വേണ്ടി, അതുപോലെ കൺട്രോൾ ലൈൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ സിഗ്നൽസ് അതുപോലെ ടൈമിംഗ് സിഗ്നൽസും ക്യാരി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ത് ഓപ്പറേഷനാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കൺട്രോൾ ലൈൻസ് അതുപോലെ ടൈമിംഗ് എന്ന് പറയുന്നത് നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. മെമ്മറി അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റം ക്ലോക്കുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈമിംഗ് സിഗ്നൽസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടുമാണ് കൺട്രോൾ ലൈൻസിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് മെയിൻ മെമ്മറി വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് ബൈ CPU ഈസ് ഡിറ്റർമൈൻഡ് ബൈ എന്താണ്, നമ്മുടെ കപ്പാസിറ്റി, മെമ്മറി കപ്പാസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ഏതാണ്, അഡ്രസ് ലൈനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.